നമസ്കാരം. കുറച്ച് നാൾ മുമ്പ് ഒരു ഫാമിലി ജ്യോതിഷം നോക്കുവാനായിട്ട് വന്നിരുന്നു. അച്ഛൻ, അമ്മ, രണ്ട് ചെറിയ പെൺകുട്ടികൾ. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പല വിഷയങ്ങളും ചർച്ച ചെയ്യവേ സ്ത്രീകളുടെ സംരക്ഷണം ഇന്ന് എന്താണ് അങ്ങനെയൊക്കെ കുറെ ചിന്തിച്ചപ്പോൾ അവിടെ ഇരുന്ന ആ പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു, ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്ക് സംരക്ഷണം വേണ്ടേ എന്നുള്ള അർത്ഥത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അന്ന് എനിക്ക് വീണ്ടും ഒരു കാര്യം ഓർമ്മ വന്നു. കുറച്ച് നാളുകളായി ഞാൻ ശ്രദ്ധിച്ചു വരുന്ന ഒരു കാര്യം ഇവിടെ പങ്കുവെക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ പെൺകുട്ടി ചോദിച്ചതും കുറച്ച് നാളുകളായി ഞാൻ കണ്ടുവരുന്ന ഒരു സംഭവവും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഈ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുവാനായിട്ട് ഏത് വയസ്സിലാണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ്, എവിടെ തുടങ്ങണം? നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒന്നുമില്ല, SOP ഒന്നുമില്ല, എഴുതി വെച്ചിട്ടില്ല, ഇന്ന ദിവസം ഇന്ന രീതിയിൽ പെരുമാറിക്കോളൂ, അങ്ങനെയൊന്നുമില്ല. ജീവിതം മുഴുവനും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിച്ചു വരുന്ന ഒരു കാര്യം, രാവിലെ സ്കൂൾ ബസ്സിലേക്ക് പോകുവാനായിട്ട് 7:30-ക്ക് 2 പേർ, ഒരു പെൺകുട്ടി 5ാം ക്ലാസ് 6ാം ക്ലാസ് ഉണ്ടാവും, ഇതേ തന്നെയാണ് പ്രായം. അതേപോലെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യനെ കൊണ്ടുവിടാൻ ബസ് സ്റ്റാൻഡിൽ വരുന്ന അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ മുത്തച്ഛനും ഉണ്ടാവും. കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് മനസ്സിൽ സ്ട്രൈക്ക് ആകുന്നത് ഇപ്പോഴാണ്. ഈ എന്നെ കാണാൻ വന്ന ആ കുട്ടി പറഞ്ഞപ്പോഴാണ് ഈ സംഭവമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ഇവർ നിത്യം 7:30-ക്ക് ആ കൊച്ചു പയ്യനെ വിളിച്ചുകൊണ്ട് വരും, ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും. മറ്റൊരു ക്ലാസ്സിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയും അവിടെ ഉണ്ടാവും. ബസ് വന്ന് നിന്ന ശേഷം, സ്കൂൾ ബസ് വന്ന് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന ശേഷം ഇവർ ആദ്യം അവരുടെ ആ കൊച്ചു പയ്യനെ കയറ്റും ബസ്സിൽ. ഇത് അമ്മയും ചെയ്യുന്നു, അച്ഛനും ചെയ്യുന്നു, മുത്തച്ഛനും ചെയ്യുന്നു. അപ്പൊ ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ തന്റെ അടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടി, കൂടെ പഠിക്കുന്ന ആ പെൺകുട്ടി, ഒരേ സ്കൂളിൽ പഠിക്കുന്ന, ഒരേ ക്ലാസ്സിലാണോ ഇല്ലയോ അറിയില്ല, ഒരേ സ്കൂളിൽ പഠിക്കുന്ന ആ പെൺകുട്ടിയെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു തോന്നലിന് മാതാപിതാക്കളോ ആ മുത്തച്ഛനോ കാരണമാകുന്നില്ല, പറയുന്നില്ല. അവിടെ തുടങ്ങുന്നു നമ്മുടെ സ്ത്രീകളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എങ്ങനെ നാം അവരെ കാണണം എന്നുള്ള ഒരു ചിന്ത ആ കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കുവാനായി ആ മാതാപിതാക്കൾ ശ്രമിക്കുന്നില്ല. ഇത് 1 തവണയോ 2 തവണയോ 3 തവണയോ അല്ല, പലപ്പോഴായിട്ടും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് വന്നു നിൽക്കും, അവരാദ്യം പിടിച്ച് ഉന്തിത്തള്ളി കുട്ടിയെ, സ്വന്തം പയ്യനെ, 5ാം ക്ലാസ് പഠിക്കുന്ന ആ പയ്യനെ അകത്ത് കയറ്റാനുള്ള വ്യഗ്രതയിലാണ്. അതിനുശേഷം ഈ പെൺകുട്ടി അകത്ത് കയറിപ്പോകും. അപ്പൊ ഇവിടെ ആ പയ്യന്റെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയ്യന് അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അച്ഛനമ്മ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ആ 5ാം ക്ലാസ് പയ്യനെ പറയണം, മോനെ വെയിറ്റ് ചെയ്, ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്, അവരെ ആദ്യം കയറട്ടെ, എന്നിട്ട് മോൻ കയറണം എന്നുള്ള ഒരു ചിന്ത ആ പ്രായത്തിൽ തന്നെ ചെയ്യണമായിരുന്നു. ആ പ്രായത്തിൽ ചെയ്യണം. അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കുവാനില്ല. പക്ഷെ ആ ഒരു ചെറിയ കാര്യം മേ ബി അച്ഛനമ്മമാർ അത്രത്തോളം ആലോചിച്ച് കാണില്ല. ആരെയും കുറ്റപ്പെടുത്തുവാനല്ല ഇവിടെ. ഇതൊരു ചിന്തയാണ്, ഷെയർ ചെയ്യണമെന്ന് തോന്നി. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പൊ ആ കൊച്ചു പയ്യന്റെ അടുത്ത് അപ്പോൾ മുതൽ, ആ 5ാം ക്ലാസ് പയ്യന്റെ അടുത്ത് അപ്പോൾ മുതൽ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരുപക്ഷെ ചിന്തിക്കും. പിന്നെ ഡെയിലി അവൻ വരുമ്പോൾ ആ കൂടെ പഠിക്കുന്ന ആ പെൺകുട്ടിയെ അകത്ത് കയറ്റിയ ശേഷം ഇവൻ ബസ്സിൽ കയറും. അവിടെ തുടങ്ങും ആ റെസ്പെക്ട്. അത് തന്നെയാണല്ലോ വളരുമ്പോൾ വരുന്നത്. ഇതിപ്പോ നാം ഒരു 25 വയസ്സിൽ 20 വയസ്സിൽ നാം ചിന്തിക്കുന്നു, ഇങ്ങനെ ആരെയും റെസ്പെക്ട് ചെയ്യുന്നില്ല, ഭയങ്കര അഹങ്കാരിയായിട്ട് നടക്കുന്നു, ചെറുക്കന്മാരെല്ലാം ശരിയില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് നാം കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കണം, അമ്മ പറയണം, അറ്റ്ലീസ്റ്റ് ഒരു മോനെ നോക്കടാ, ഒരു പെൺകുട്ടിയാണ്, നിന്റെ ഫ്രണ്ട് അല്ലേ, ആദ്യം അവരെ കയറ്റണം. എവിടെ പെൺകുട്ടികൾ ഉണ്ടായാലും അവരാദ്യം കയറട്ടെ, എന്നിട്ട് മോൻ കയറിക്കോളൂ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ കാണിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ
ചെറുപ്പത്തിൽ തന്നെ വരും. ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു വീഡിയോയിൽ വന്നതാണ്. ഇതാരെയും വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയല്ല, പക്ഷെ ഇത് ഏവരും ചിന്തിക്കണം. ചെറുപ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടികളോടുള്ള ഒരു ബഹുമാനത്തെ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന പലതരം സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ആ ഉണ്ടാകുമ്പോൾ നാം കണ്ണടയ്ക്കരുത്. എന്റെ മകൻ ആദ്യം പോകട്ടെ, എന്റെ മകൻ കയറിട്ട് മതി നീയൊക്കെ കയറിയത് എന്നുള്ള ഒരു ചിന്ത സ്വയമേവ നാം നമ്മുടെ മകന് എന്താ പറയാ ഒരു നേർവഴി കാട്ടാതെ അവനെ പാതാളത്തിലേക്ക് തള്ളിവിടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീക്കിക്കൊണ്ടു പോവുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ചെറിയ കാര്യം നാം ശീലിക്കുകയാണെങ്കിൽ ചെറുപ്പം മുതൽക്കേ തന്നെ അവൻ ചിന്തിച്ചു തുടങ്ങും. പെൺകുട്ടികളെ ബഹുമാനിക്കണം എന്നുള്ളത്, സംരക്ഷിക്കണം എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങും. അവൻ നാളെ കോളേജിൽ പഠിക്കുമ്പോൾ അവന്റെ ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമെങ്കിൽ ആദ്യം അവർ കയറട്ടെ, പിന്നെ ഞാൻ കയറാം എന്നുള്ള ചിന്തയായി. അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വന്നത്. അതുപോലെ ബസ്സിൽ കയറി നിൽക്കുമ്പോൾ കയറുമ്പോൾ പെൺകുട്ടികളെ ഇരിക്കുവാൻ പറയുന്നു, താൻ എണീറ്റ് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു നല്ല ശീലത്തിന്റെ ഭാഗമാണ്. ഇത് ചെറുപ്പത്തിലേ തുടങ്ങണം. ഈ ഒരു വിഷയം ഏവരും ചിന്തിക്കേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുന്ന പക്ഷം ഇത് ഏവരിലേക്കും എത്തിക്കുക. കാരണം ഇത് ഒരു ബസ് സ്റ്റാൻഡിൽ മാത്രം നടക്കുന്ന കാര്യമല്ലല്ലോ. ഇത് എല്ലാ സ്ഥലത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന കാര്യമാണ്. ഒരുപാട് പേർ സ്കൂളിൽ പോകുന്നു. അവരുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഇത് വരുത്തണം. അവർ ചിന്തിക്കണം. ഇത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.